ഗായ്സ് നിങ്ങൾ പെട്ടിരിക്കുകയാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ട വണ്ടി നിറങ്ങിയ വഴിക്ക് ഒരു ചെറിയൊരു കുട്ടി ഒരു വണ്ടി ഇരിക്കുകയാണ്. പിന്നെ ഞാൻ കുട്ടീനെ നാട്ടി വിട്ടെ അയ്യോ പോയി. ഗായ്സ് ഈ പഴമക്കാര് പറഞ്ഞ എത്രയോ ശരിയാ. അവരവരിരിക്കുന്ന സ്ഥലത്ത് അവരവരിരുന്നില്ലെങ്കിൽ വല്ല കുരങ്ങന്മാർ കയറി ഇരിക്കുന്നു പറഞ്ഞ എത്രയോ ശരിയാ. കുരങ്ങ ഞങ്ങളിട്ട് വട്ടം കറപ്പിച്ചു. അതിൽ ചാവിയില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ചാവി എടുത്ത് ഓടിയിട്ടുണ്ടാവും. ഹെൽമെറ്റ് എടുക്കാൻ പോയപ്പോൾ അതിൻ്റെ ഭാവവും മട്ടും ഭാവവും ഒന്നും അത്ര ശരിയുണ്ടായിരുന്നില്ല. നെല്ലിയമ്പതിലേക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് കുരങ്ങന്മാരെയും കൂടി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വളരെ മനോഹരമായ ഒരു പ്ലേസ് അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ താഴെ വരുമ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയൊരു മലയാണ് നമ്മുടെ മുന്നിൽ. ഗായ്സ് ഇപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വ്യൂ പോയിന്റ് കൂടി കിട്ടിയിരിക്കാൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് നെല്ലിയാമ്പതിയിലേക്ക് വരുന്നത്. ഇത്രയും കാലം പാലക്കാട്ട് ജനിച്ചിട്ട് ഈ സ്ഥലം കണ്ടില്ല എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. പാലക്കാട്ട് ജനിച്ചതിൽ ഒരു അർത്ഥം ഉണ്ടാകുന്ന ഈ സ്ഥലം കാണുമ്പോഴാണ്. കാടുകളും മലകളും നിറഞ്ഞ വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഈ നെല്ലിയാമ്പതി. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ്. മഴ ചെറുതായിട്ട് തുള്ളി ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതിയിൽ കേശവംപാറ AVT ഫാക്ടറിയുടെ മുന്നിൽ എത്താറായിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്കൊരു വീട് ഇവിടെ കാണാവുന്നതാണ്. അതിന് തൊട്ടടുത്തായിട്ട് നമുക്കൊരു ചർച്ചും കാണാവുന്നതാണ്. പച്ചപ്പിനിടയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചർച്ച്. ഇവിടെ കുറേ ജീപ്പുകളും മറ്റും നിർത്തിയിട്ടിട്ടുണ്ട്. മേലേക്ക് പോകാനാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. മോർണിംഗ് ആരും ഫുഡ് കഴിക്കാതെ വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഫ്രണ്ടിൽ തന്നെ ഒരു ഹോട്ടൽ കണ്ടു. ഒരു ചെറിയൊരു ഹോട്ടലാണ്. പോകുന്ന വഴി വളരെ മനോഹരത നിറങ്ങിയ തേയിലത്തോട്ടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഗായ്സ് അങ്ങനെ മേലെ എത്തിയിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റ്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ച് നമ്മൾ ഇനി നേരെ കേശവംപാറയിലേക്കാണ് പോകുന്നത്. എൻ്റെ മുന്നിൽ കാണുന്നതാണ് AVT ഫാക്ടറി. എന്നെ ഇവിടെ തനിച്ചാക്കി അവരൊക്കെ പോയി ഗൈസ്. അപ്പോൾ അവരുടെ ബാക്കിൽ തന്നെ പിടിക്കുക. എനിക്ക് ഇവിടുത്തെ വഴികളൊന്നും അത്ര അറിയില്ല. രണ്ട് സൈഡും കാടുകൾ നിറഞ്ഞ വഴിയാണിത്. കാണുമ്പോൾ തന്നെ നല്ലൊരു വൈബ് ഫീൽ ചെയ്തിട്ടുണ്ട്. തലേന്ന് മരം വീഴും നോക്കി നടന്നോ, ഓട്ടിക്കിടക്കുന്നുണ്ട്. ഓടിക്കോടി ഓടി 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 ഒന്ന് കാണിക്കുന്നു. ഗായ്സ് ഇങ്ങനെ 4 പേര് എന്നെയും കൂട്ടി 5 പേരുമായിട്ടാണ് ഞങ്ങൾ ഈ നെല്ലിയാമ്പതിലേക്ക് ട്രിപ്പ് വന്നിരിക്കുന്നത്. അങ്ങനെ കേശവംപാറ എത്തി. ഈ ഒരു സൈഡ് വന്നിട്ട് ആന വന്നതാണ് തോന്നുന്നു. ലൈന് കെട്ടിയിട്ടും അതൊക്കെ പൊട്ടിയിരിക്കണം. അപ്പോൾ കേശവംപാറ നമ്മുടെ മുന്നിൽ കാണാം. ഇതാണ് കേശവംപാറ.
ഇവിടെയൊന്നും അധികം മഴ പെയ്തിട്ടില്ല തോന്നുന്നു. ഞങ്ങൾ വരുന്ന വഴി തേങ്കുറിശ് ഒടിയന്മാരുടെ നാട് എന്ന് പറയുമ്പോൾ തേങ്കുറിശിൽ നല്ല മഴയായിരുന്നു. അവിടെ ഞങ്ങൾ ഇവിടെ പെടും വിചാരിച്ചാണ്, ഇവിടെയൊക്കെ നല്ല മഴയായിരിക്കും വിചാരിച്ചു. പക്ഷെ ഇവിടെ മഴയൊന്നും കാണാനില്ല. കറക്റ്റ് നടക്കാൻ പറ്റുന്ന വിധത്തിലാണ് പാറയുടെ ഷേപ്പ്, ആരോ കൊത്തി വെച്ച പോലെയുണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് കേശവൻ പാറ, ഒരു കിടു സ്ഥലം എന്ന് പറയാം. നെല്ലിയമ്പതിലെ കിടു സ്ഥലം. ഇവിടെ എന്തോ കെട്ടിയുണ്ട്, അത് നോക്കിയിട്ട് വരാം. സ്റ്റെപ്പ് ഉണ്ട്, ഇപ്പം മെല്ലെ കയറാം. ഓ, വെള്ളം ശേഖരിക്കാൻ എന്തെങ്കിലും ഇതായിരിക്കും തോന്നുന്നു. അതിനപ്പുറത്ത് എന്തോ ഒന്ന് കെട്ടിയത് പോലെ ഉണ്ട്, വെള്ളം കെട്ടി വെച്ച പോലെ. ആനയ്ക്ക് വെള്ളം കുടിക്കാനാണ് തോന്നുന്നു. അത് നമുക്ക് എന്തായാലും നേരെ പോയി അടുത്ത് പോയി നോക്കാം. ഒരു അഡാർ വ്യൂ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു തണുപ്പുള്ളൊരു ക്ലൈമറ്റും. നമ്മുടെ അറ്റത്ത് കാണുന്നതാണ് പോത്തുണ്ടി ഡാം. ഇതൊക്കെ കാണുമ്പോഴാണ് ഗൈസ് പാലക്കാട് ഒരു സ്വർഗം തന്നെയാണ് നമ്മൾ പറയുന്നത്. അത്രയും മനോഹരമായ സ്ഥലമാണിത്. അപ്പോൾ ഏട്ടനവരൊക്കെ പറഞ്ഞാൽ നമുക്ക് താഴേക്ക് ഇറങ്ങാന്ന്. എനിക്ക് കറക്റ്റായിട്ട് സ്ഥലത്തിൻ്റെ ഇതൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും കൂടി താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ സുഖമായിട്ട് ഇറങ്ങി, അവർ മെല്ലെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ താഴെ പോയി നോക്കിയിട്ട് വരാം. ഇവിടെ മഴ പെയ്തുകൊണ്ട് വഴുക്കലുണ്ടാവും, പാറയായതുകൊണ്ട് വഴുക്കലുണ്ടാവും. അപ്പം നമുക്ക് സൂക്ഷിച്ച് പോവാം. അപ്പം നമ്മുടെ മുന്നിൽ ലൈൻ കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടേക്ക് പോകണ്ട, അവിടെ ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ കമ്പിയൊക്കെ മറിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ സൂക്ഷിച്ച് വരിക, താഴെ പോയാൽ കഥ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതുമല്ലാതെ മഴ ഇവിടെ പെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പാറയിലെ വഴുക്കലും മറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടേക്കൊക്കെ വരുമ്പോൾ സൂക്ഷിച്ച് വരിക. എൻ്റെ മുന്നിൽ കാണുന്നൊരു ഡാമുണ്ട്, അതാണ് പോത്തുണ്ടി ഡാം. ഇതുവരെ അവർ താഴേക്ക് എത്തിയിട്ടില്ല, ഞാൻ വേഗം താഴെ എത്തി. വഴുക്കലും മറ്റൊക്കെ ഉണ്ട്, അപ്പോൾ സൂക്ഷിച്ച് തന്നെ വരണം. ഫുള്ള് കാടുകളും മലകളും നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് ഇത്. ഇതിൻ്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മനോഹാരിത മനസ്സിലാവുന്നത്. ഗായ്സ്, എല്ലാവരും ഫോട്ടോ എടുക്കലിൽ ബിസി ആയിരിക്കുകയാണ്. ഞാൻ അതുപോലെ തന്നെ വീഡിയോ എടുക്കലിൽ ബിസി ആയിരിക്കുകയാണ്. ഇപ്പോൾ ഓരോരുത്തരും നേരെ സെൽഫിയും ഇതൊക്കെയാണ്. ഇനി അടുത്തൊരു കാട്ടിനുള്ളിലേക്കാണ്. ഇതിൻ്റെ എനിക്ക് വഴിയൊന്നും അറിയില്ല, അപ്പോൾ നമുക്ക് അതിൻ്റെ പിന്നാലെ പോവാം. നടന്നോ വേണ്ട, ഇടയിൽ മതി. എനിക്ക് പേടിയാണ്, എന്തെങ്കിലും പിടിച്ചിട്ട് പോയാല്. ബാക്കിലൊരു സൗണ്ട് കേൾക്കും, തിരികെ നോക്കും, അങ്ങനെ ആകണം. ഇത് അവിടേക്കടെ പോണ്.
ഗായ്സ് ഒരു മുട്ടം പണി കിട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ പോയ വഴിയും തെറ്റി, അതുപോലെ തന്നെ കാലിൽ ഫുൾ അട്ടയും കയറിയപ്പോൾ ഞങ്ങൾ വേഗം അങ്ങോട്ടേക്ക് വന്നു. ഗായ്സ് അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ അട്ടനെ സൂക്ഷിച്ചോ, എല്ലാവരും മേലെ എത്തി ഓടിയിട്ട്. ഷൂ ഇട്ടിട്ട് പോലും കാലിലുള്ള അട്ട കയറിയ ഒരു അവസ്ഥയാണ് ഞങ്ങളുടെ. ഇവിടെ ഇപ്പോൾ കോടം പിന്നെ അങ്ങനെ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ വന്ന വഴി നമുക്ക് നേരെ വിടാം. ഇനിയും കുറച്ച് സ്ഥലങ്ങളിൽ കൂടി കാണാനുണ്ട്. നമുക്ക് ടൈം പറഞ്ഞിട്ട് 3 മണിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്ഥലങ്ങളൊക്കെ ഫുൾ കവർ ചെയ്യാം. ഇതാണ് AVT ടീ ഫാക്ടറി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വിസിറ്റേഴ്സിനും മറ്റേ ടൂറിസ്റ്റുകൾക്കൊന്നും പ്രവേശനമില്ല. അപ്പോൾ അതിനുള്ളിലേക്ക് പോകാൻ പറ്റില്ല. ഗായ്സ് പച്ച പരവതാനി വിരിച്ച പോലെയാണ് ഇരു സൈഡിലും തേയില തോട്ടങ്ങൾ. ഇതൊക്കെ കാണുമ്പോഴാണ് സ്വർഗം. നല്ല തണുപ്പും നമുക്ക് അനുകൂലമായ കാലാവസ്ഥയും എല്ലാം കൂടി ഈ ട്രിപ്പിനെ അങ്ങനെ കളറാക്കി. ഈ കാണുന്ന ഫുള്ള് തേയിലത്തോട്ടം AVT ടീ ഫാക്ടറി ഇവിടെയാണ്. ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഇവിടെ ഈ തേയിലത്തോട്ടം. അവർ ഇതെല്ലാം കറക്റ്റായി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യാം ഇതൊക്കെ നോക്കുമ്പോൾ. ഇവിടെ കുറേ പേര് തേയില വലിച്ചിട്ട് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് പാലക്കാട് ജില്ലയിൽ മറ്റൊരു സ്വർഗം നെല്ലിയാമ്പതിയാണെന്ന് നമ്മുടെ മൈൻഡിൽ വരുന്നത്. അത്രയധികം മനോഹരമായ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ തേയിലത്തോട്ടം തന്നെ നോക്കിയാൽ മതി. ഏക്കർ കണക്കിന് വ്യാപിച്ച് നിൽക്കുന്ന പച്ച പരവതാനി വിരിച്ച പോലെയാണ് ഈ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി കാണുമ്പോൾ. ഗായ്സ് ഇനി നമ്മുടെ യാത്ര വന്നിട്ട് തൂക്കുപാലത്തിലേക്കാണ്. ഇവിടെ നിന്ന് ഒരു 10-12 കിലോമീറ്ററെങ്കിലും തൂക്കുപാലത്തിലേക്ക് ഉണ്ട്. അങ്ങനെ തേയിലത്തോട്ടം പിന്നിട്ട് കഴിഞ്ഞാൽ തന്നെ അടുത്തതായി കാണുന്നത് കാപ്പിത്തോട്ടമായിരിക്കും. കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. തൂക്കുപാലത്തിൽ പോകുന്ന വഴിയിൽ തന്നെ താഴെയായിട്ട് ഒരു അരുവി കാണാം നമുക്ക്. വളരെ മനോഹരമായ അരുവി തന്നെയാണ് താഴെ കൂടെ ഒഴുകുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല വെയിലുണ്ട് ഫ്രണ്ട്സ്. ഉച്ച ടൈമായിരിക്കുകയാണ്. പക്ഷെ നമുക്കതൊന്നും അറിയുന്നില്ല, ചൂടൊന്നും അറിയുന്നില്ല. ഈ തണുപ്പിൻ്റെ ഇതിൽ ചൂടൊന്നും നമുക്ക് അത്ര അറിയുന്നില്ല. കുറേ മരങ്ങളും മറ്റുമൊക്കെ വീണിട്ടുണ്ട്. അതൊക്കെ അവർ മുറിച്ച് മാറ്റിയിട്ടുണ്ട് വഴിയിൽ നിന്ന്. ഗൈസ് അങ്ങനെ നമ്മൾ തൂക്കുപാലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഒരു തൂക്കുപാലം വന്നിട്ട് 2014 ഈ ഒരു തൂക്കുപാലം നിർമ്മിച്ചിരുന്നത്. ഇത് നമ്മുടെ മലമ്പുഴ ഡാമിൽ കാണുന്ന തൂക്കുപാലം പോലെ തന്നെയാണ്. നല്ല നടക്കുമ്പോൾ നല്ല ഷെയ്ക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ തൂക്കുപാലത്തിൻ്റെ ഈ ഒരു സൈഡ് എത്തിയിരിക്കണം. അപ്പോൾ താഴേക്ക് അരുവിലേക്ക് പോകാനുള്ളൊരു വഴിയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും താഴെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഗൈസ് അങ്ങനെ മീൻ പിടിക്കാൻ അവിടെ താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തോർത്തും മറ്റു സാധനങ്ങളൊക്കെ ഇവിടുത്തെ കടയിൽ നിന്ന് തന്നെ വാങ്ങി 2-3 പ്ലാസ്റ്റിക് കവറും വാങ്ങിയിട്ട് മീൻ കൊണ്ടുപോകാൻ. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ പിടിച്ച മറ്റേ അക്യൂറത്തിലിടാൻ പറ്റുന്ന ചെറിയ മീനുകളാണ്. ഗൈസ് ഞാൻ മീൻ പിടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അവർ കുളിക്കുകയായിരുന്നു. അപ്പോൾ കുളിച്ചിന് പെടേണ്ടതായിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഗൈസ് ഇനി നമ്മുടെ അടുത്ത പോക്ക് വന്നിട്ട് സീതാറാംകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ്.